അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് ഉള്ള പുട്ടാണ്. ഇതിന് വർണ്ണപ്പുട്ട്, മഴവിൽ പുട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ പുട്ട് എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലെ ബീട്രൂട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ക്യാരറ്റും അതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടുപൊടി ആദ്യം ഞാനൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എല്ലാറ്റിലും ഇങ്ങനെ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പുട്ടുപൊടിയിൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ആ പുട്ടുപൊടി ഈ ക്യാരറ്റിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഉതിർത്തപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ക്യാരറ്റിൽ തന്നെ ഉണ്ടാവുമല്ലോ വെള്ളം, ക്യാരറ്റിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം തന്നെ മതി. ആ വെള്ളം കൊണ്ട് ഉള്ള പുട്ട് നനയും. അപ്പോൾ അത് മതി. അപ്പോൾ ക്യാരറ്റ് റെഡിയായി. അതേപോലെ തന്നെ ബീട്രൂട്ടിലേക്കും ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടിലേക്കും വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല. ബീട്രൂട്ടിൽ തന്നെ വെള്ളമുണ്ട്. ഇതുപോലെ ഉതിർത്തിയിട്ട് അപ്പോൾ ഇത് എങ്ങനെ പാകമാകുന്നൊക്കെ നമ്മളത് കയ്യിലൊന്ന് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയാണ്ട് കയ്യിലിങ്ങനെ പിടിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടായിരിക്കുമ്പോൾ പൊടിച്ചാൽ പൊടിയും വേണം. ഇതുപോലെ ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയും വേണം. അതാണ് ഇതിൻ്റെ ഒരു പുട്ട് ഉതിർത്തിയാൽ നമുക്ക് അതിൻ്റെ ഒരു പരിവെന്ന് പറയണത്. അപ്പോൾ അത് രണ്ടോടെ റെഡി. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ പുട്ടും കുറ്റി എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ സാധാ പുട്ടിടുന്ന പോലെ തന്നെ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ആദ്യം ബീട്രൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ക്യാരറ്റ്, ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മളെ പുട്ടുപൊടി നനച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ, അതുപോലെ തന്നെ ഇനിയും ഇതേപോലെ ബീട്രൂട്ട്, പിന്നെ തേങ്ങ, പിന്നെ ക്യാരറ്റ്, തേങ്ങ, അങ്ങനെ ഈ പുട്ടും കുറ്റി നിറയുന്ന വരെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒരേ അളവിലെടുത്താൽ എല്ലാ കഷ്ണവും ഒരേ കളറായിട്ട് വരും, ഒരേ വലിപ്പത്തിലായി കിട്ടും. അങ്ങനെ ഞാൻ ഇത് മുഴുവനും ഇതുപോലെ നിറച്ചെടുക്കുന്നുണ്ട്. ബീട്രൂട്ടൊക്കെ ഇട്ട് പുട്ടും കുറ്റി വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്കിത് പിന്നെ ആവി കയറ്റി സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിത് പിന്നെ പുട്ടും കുറ്റിയിൽ കയറ്റി വെക്കുന്നുണ്ട്. വെള്ളം തിളച്ചിരിക്കുകയാണ്. ആദ്യം ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി ഞാൻ ഈ ചിരട്ടയിൽ, അതേപോലെ ചിരട്ടപ്പുട്ട് ഈ ചിരട്ടയിലൊന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ തേങ്ങ അടിയിലിട്ട് കൊടുത്തു. അതിൻ്റെ മേലെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ, പിന്നെ ബീട്രൂട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ പുട്ടും കുറ്റി നിറച്ച പോലെ തന്നെ ഞാൻ ചിരട്ടയിൽ ഇതുപോലെ നിറക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിറച്ചിട്ട് ചട്ടപ്പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞാൻ ഈ ചിരട്ടയിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിരട്ട നിറച്ചു. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഉണ്ടായിരുന്നു. ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട്
അത് വെച്ചെടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ പുട്ട് ഇവിടെ ആവി കയറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പുട്ട് നല്ല പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള പുട്ടാണ്. ക്യാരറ്റും ബീട്രൂട്ടും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക, കുട്ടികളൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ചിരട്ടയുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതാ മാറ്റി വെച്ചു. അപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ കളറൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. കറിയൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. വെജിറ്റബിൾസ് അല്ല, ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ഇതേപോലെ എടുക്കാം. ക്യാരറ്റില്ല, കാബേജ്, അതുമാതിരി ചീരയിലൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.